രാജ്യ തലസ്ഥാനത്തിന്റെ വിശേഷങ്ങൾ കണ്ടു. ഒപ്പം പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേട്ടു. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ അവിടെ യോഗത്തോണ് അല്ലെ, ആ പരിപാടിയിൽ നിന്നുള്ള 1000-ലധികം പേർ പങ്കെടുക്കുന്ന യോഗയുടെ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് തലസ്ഥാനത്തേക്ക് പോയാലോ? നമ്മുടെ ശ്യാമപ്രസാദ് അവിടെ തയ്യാറാണ് എന്നുള്ളതാണ്. തലസ്ഥാനത്ത് വിപുലമായ പരിപാടികളാണ് ശ്യാമ. നമുക്കറിയാം, ദൃശ്യങ്ങളിലൊക്കെ കാണാം. വളരെ റിച്ചായി നിരവധി പേർ പങ്കെടുക്കുന്ന ആ ഒരു യോഗയുടെ മാഹാത്മ്യം ലോകത്തോട് വിളിച്ചു പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്ത ദിവസമാണ്. എന്തായാലും ഇന്ന് യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് എങ്ങനെയാണ് പരിപാടികൾ ശ്യാമ? സംസ്ഥാനത്തും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് യോഗാ ദിനാചരണം ആചരിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള യോഗാ ദിനത്തിനുള്ള ഉദ്ഘാടന ചടങ്ങുകളാണ്. മേയർ വി രാജേഷ് അല്പസമയത്തിനകം തന്നെ ഈ യോഗാ ദിനം ഉദ്ഘാടനം ചെയ്യും. അതിനുള്ള ക്രമീകരണങ്ങളാണ്. മേയർ വി രാജേഷ് ഈ യോഗാ ദിനം ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ സംസ്ഥാനത്ത് വിപുലമായ യോഗാ ദിനം ആചരിക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭയും അതിൻ്റെ ഭാഗമാകുകയാണ്. അതിൻ്റെ നിമിഷങ്ങളാണ്. അത് പ്രധാനമായും ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. മേയർ വി രാജേഷ് ആണ് തിരുവനന്തപുരം നഗരസഭയുടെ യോഗാദിനം ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയം തന്നെ യോഗാദിന അല്ലെങ്കിൽ യോഗ പ്രോട്ടോക്കോൾ അനുസരിച്ച്, പൊതു പ്രോട്ടോക്കോൾ അനുസരിച്ച് കൊണ്ട് തന്നെ യോഗ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ആയുഷ് വകുപ്പും ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ ജീവനക്കാരടക്കം, നഗരസഭയിലെ ജീവനക്കാരടക്കമുള്ളവരെല്ലാം തന്നെ ഈ യോഗാ ദിനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. വിപുലമായ പരിപാടികൾ, യോഗാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ യോഗാദിന പരിപാടികളാണ് കോർപ്പറേഷൻ്റെ കീഴിൽ നടക്കുന്നത്. പ്രധാനമായും വിവിധ സംഘടനകളും ഒപ്പം തന്നെ യോഗ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചുമുള്ള പരിശീലന സെഷനുകളെല്ലാം തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിലവിൽ യോഗാ ദിനമായി ഇന്ന് വിപുലമായ പരിപാടികളോടുകൂടി തന്നെ തിരുവനന്തപുരം നഗരസഭയും ഈ യോഗാ ദിനത്തിൽ പങ്കാളികളാകുന്നത്. മുതിർന്നവരും കൊച്ചുകുട്ടികളും അടക്കമുള്ളവരെല്ലാം തന്നെ ഈ യോഗാ ദിനത്തിൽ പങ്കാളികളാകാൻ തന്നെ രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ യോഗാ ദിനത്തിൽ പങ്കാളികളാകാൻ തന്നെ നഗരസഭയിലേക്ക് എത്തിയിരിക്കുന്നു. നഗരസഭയുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ഈ യോഗാ ദിന ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ യോഗ ആരംഭിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലവിൽ ദേശീയ തലത്തിലുള്ള ഉദ്ഘാടനത്തിന് പിന്നാലെ തന്നെയാണ് സംസ്ഥാനത്തെമ്പാടുമുള്ള ഈ യോഗാദിനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിലും യോഗാദിനത്തിന് തുടക്കമാക്കുകയും ചെയ്യുക. എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നഗരസഭയ്ക്ക് കീഴിൽ നിലവിൽ യോഗാദിനം വരുമ്പോഴേക്കും അതിന് വലിയ മാനങ്ങൾ ഉണ്ട്. എന്തായാലും മേയർ വി രാജേഷിൻ്റെ വാക്കുകളിലേക്ക്. തലസ്ഥാനത്ത് തിരുവനന്തപുരം നഗരസഭയുടെ യോഗാ ദിനാചരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്നാലും മേയർ വി രാജേഷ് ഇവിടെ സംസാരിക്കുന്നുണ്ട് തത്സമയം. ആയുഷ് മന്ത്രാലയത്തിലെ ഡോക്ടർ ശ്രീ എസ് നടരാജൻ അവർ, തിരുവനന്തപുരം കോർപ്പറേഷൻ എംപവർമെന്റ് ഓഫീസർ ശ്രീമതി സഖി, യോഗാചാര്യൻ ശ്രീ എസ് ജയശങ്കർജി, മറ്റ് പരിപാടിയിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകരെ, സഹപ്രവർത്തകരെ, ആയുഷ് മന്ത്രാലയത്തിലെ ആയുഷിൻ്റെ ജീവനക്കാരെ, എല്ലാവർക്കും നമസ്കാരം. ആരാധ്യനായ പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് യോഗാ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം അവതരിപ്പിച്ചു. 2014 ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും ലോകം തന്നെ other participants who are here, the officials of the Sports Authority of India, other friends, namaskaram to all of you. Now the 21st June has become a day which the whole world remembers. It was in 2014, after Prime Minister Narendra Modi came to power and became the Prime Minister of India, that India moved the United Nations with the support of around 180 plus countries to declare in yoga the 21st of June as International Day of Yoga. Yoga is not a new thing, every one of us knows, and especially those who are associated with sports and various other games. For all of you, yoga is an essential part of your daily routine. But the whole world recognized yoga
and it became a movement since 2015. So for the last more than 10 years, the popularity of yoga has increased. Instead of individual trainers providing training in yoga, it has become a mass movement. And this is all the more important in the sense that now we are in the age of technological advancements. Technology has made our life more easier, more comfortable. But along with that, various problems associated with our daily lifestyle that has made our life more complicated. The stress that is there, the tensions that are there, the lack of sleep that is there, the various lifestyle diseases that is there. All this is the contribution, I can say, of the fast pace of life that we all adopt in these days. So in this context, yoga has become all the more important to provide a balanced approach to life. It's not only physical health, but it's also the mental peace. It also provides more than the physical health and mental peace. The world has made this yoga as an international routine because it also provides values. The values of discipline, the values of compassion, the values of self-control. All these things is the contribution of the lifestyle that we adopt through yoga. So I don't want to make a very lengthy speech because this is not a day when I should speak more. All of us will be doing yoga together. So yoga provides health to the body, gives peace to the mind, and gives a direction to our life. So let us adopt it and make it a daily routine. And with these words, let me offer my greetings to all of you on this day of the International Day of Yoga. With these words, Namaskaram, I conclude. All the best to you. Thank you so much, sir. Now we move to the felicitation program. I invite Ms. Anne Needu Philip, Assistant Director, Sai RC Trivandrum, accompanied by Ms. Nimisha Pichara, Sai RC Trivandrum, to felicitate our dignitaries. May I request our honorable... ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാനത്തുടനീളം, രാജ്യത്തുടനീളം, ലോകത്തുടനീളം വലിയ പരിപാടികളാണ് യോഗാ ദിനവുമായി ബന്ധപ്പെട്ട സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് നഗരസഭയിൽ മേയർ സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഒപ്പം വി മുരളീധരൻ സംസാരിക്കുന്ന ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്. യോഗാ ദിനവുമായി ബന്ധപ്പെട്ട നിർണായക സന്ദേശം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും വി മുരളീധരനും ഒപ്പം മേയർ വി രാജേഷും നൽകിയത്. അങ്ങനെ മനോഹരമായ സമാധാനകരമായ ഒരു ദൃശ്യങ്ങൾ ഈ വാർത്താ പ്രഭാതത്തിൽ മറ്റു ചൂട് വാർത്തകളൊന്നും തന്നെ ഇല്ല പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. ഇന്ന് നമുക്ക് ആത്മീയതയുടെ ദിനമാണ്, യോഗയുടെ ദിനമാണ്, മാനസികാരോഗ്യത്തിന് ദിനമാണ്, സമാധാനത്തിന് ദിനമാണ്. അപ്പോൾ യോഗയുടെ വിവിധ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.